പേഴ്സണലി പറയുകയാണെങ്കിൽ രേണുവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രേണുവിന് ഒരുപാട് എക്സ്പോഷേഴ്സ് എന്റെ എടുത്തിട്ടുള്ളതല്ലേ പിന്നെന്താ വ്ളോഗറായി നിനക്ക് തീർന്നില്ല എടാ അതിന്റെ അടി നീ ഇടുന്ന വ്ളോഗിന്. എല്ലാവർക്കും നമസ്കാരം. റെനാസുനയ്ക്ക് വീണ്ടും ഒരു പണി കിട്ടാൻ പോവുകയാണ്. വേറൊന്നുമില്ല, ചൈൽഡ് ലൈനിൽ നിന്നാണ് പണി കിട്ടാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു പണിയും കൂടി അവൾ താങ്ങുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് വരുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്കെതിരെ ഒരു ഡോക്ടർ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ലക്ഷ്മി നക്ഷത്ര കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വേറൊരു വോയിസ് ക്ലിപ്പുണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ സംസാരിക്കാനായിട്ടുണ്ട്. പിന്നെ വേറൊരുത്തൻ ഒരാൾത്തു അവനെ പറ്റിയിട്ട് എനിക്ക് 2 കാര്യം പറയാനുണ്ട്. അതെല്ലാം കൂടി പറഞ്ഞിട്ടേ ഞാനിന്ന് പോകുന്നുള്ളൂ. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇത് ആകെ ചളവും കുളമായിട്ടാണ് പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ രണാസുനയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ രണാസുന പറയുന്ന കേട്ടപ്പോൾ ഞാൻ തന്നെ ഇതെന്തു പാടാ എന്ന് തോന്നിപ്പോയി. എന്തായാലും കണ്ടു നോക്കാം. ഒരു അമ്മ, ഏതോ ഒരു അമ്മ ഇവളുടെ കയ്യിൽ ഒരു കുട്ടിയെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയെ ഞാൻ എടുക്കത്തില്ല, അയ്യോ ഞാൻ കുട്ടികളെ എടുക്കാറില്ല എന്ന് പറഞ്ഞും കൊണ്ട് ഇവളെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. കാണാം. കൊച്ചിനെ എടുക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ പിള്ളേരെ എൻ്റെ തലത്തില്ല എന്നാണ് പറയുന്നത്. ഞാൻ പിള്ളേരെ ഒന്നും എടുക്കാറില്ല. അപ്പം സ്വന്തം മോനെ നീ വളർത്തിയില്ലേ, എടുത്തില്ലേ, പാല് കൊടുത്തില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അതുപോലെ നാട്ടുകാർ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്, സുധിയേട്ടനാണോ കൊച്ചിന് പാല് കൊടുത്തതെന്ന്. ഇതെല്ലാം നോക്കാം. എങ്ങനെ തരും? നിന്റെ കയ്യിൽ കൊച്ചിനെ തരാൻ പറ്റുമോ? നിന്റെ ഈ ഗുണം വെച്ചിട്ടാണ് നിന്റെ കയ്യിൽ കൊച്ചിനെ പോയിട്ട് കൊച്ചിന്റെ തന്തയെ പോലും തരാൻ പറ്റത്തില്ല. ഉള്ള കാര്യം പറയാം. അതെ, കൊച്ചിനെ സുധിച്ചേട്ടനാണ് നോക്കിയത്. സുധിച്ചേട്ടനാണ് പാല് കൊടുത്ത് വളർത്തിയത്. അതെ, ഇങ്ങനെ ഒരു വാഴ സുധിച്ചേട്ടൻ അമ്മയും കൂടിയാണ് നോക്കിയത്. അപ്പൊ കൊച്ചിനെ പാല് കൊടുത്തായിരുന്നു സുധിച്ചേട്ടനായിരുന്നല്ലേ. നല്ലതാ. നീ കൊച്ചിനെ തൊട്ടിട്ടില്ല, എടുത്തിട്ടില്ല. നിങ്ങൾ തരത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു റീസൺ ഉണ്ട് കേട്ടോ. എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ കൊച്ചിനെ തരാത്തത്. അല്ലെങ്കിൽ കൊച്ചിനെ തരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം അമ്മയുടെ കയ്യിൽ സ്വന്തം കൊച്ചിനെ കൊടുക്കുന്നില്ലെങ്കിൽ അത്രയും കേടുകെട്ട എന്തോ പരിപാടി ഒപ്പിച്ച് വച്ചിട്ടുണ്ട്. അതെ, കൊച്ചിന്റെ തല ഉറച്ചു കഴിഞ്ഞ ശേഷമാണ് കൊച്ചിനെ എനിക്ക് തന്നത്. എനിക്ക് പേടിയായിരുന്നു. എനിക്ക് എന്താണ് പേടി ഇല്ലാത്തത്? എടാ, ഒരു സ്വന്തം കുട്ടിയെ, അതും സ്വന്തമായിട്ട് നൊന്ത് പ്രസവിച്ചായാലും ഓക്കെ, സർജറി ആയാലും എങ്ങനെയായാലും സ്വന്തം കുഞ്ഞിനെ ഒരമ്മയ്ക്ക് നോക്കാൻ പേടിയായിരുന്നു. അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ആ അമ്മയുടെ കയ്യിലല്ല ആ വീട്ടുകാരും ഭർത്താവും ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വശപ്പശക്, സംതിങ് ഫിഷി. നാട്ടുകാർ ചോദിച്ചതുപോലെ സുധിയേട്ടനാണ് അതിന് കൊച്ചിന് പാല് കൊടുത്തത്. അതാണ് ഇപ്പോഴും സംശയത്തിയിരിക്കുന്നത്. എനിക്ക് അവിടെ എന്തോ ഒരു ഫിഷി ഐറ്റം അടിച്ചിട്ടുണ്ട്. എന്തായിരിക്കും? എന്നാൽ ഇവളുടെ കയ്യിൽ കൊടുക്കാത്തത്, വീട്ടുകാർ കൊടുക്കാത്തതെന്നാണ് പറയുന്നത്. ഇവക്ക് പേടിയെന്ന് ഇവള് പറയുന്നുണ്ട്. എന്തിനാണ് സ്വന്തം കൊച്ചിനെ കയ്യിലെടുക്കാൻ പേടി? അപ്പൊ ഈ കൊച്ചു പാല് കിട്ടാതെ വളർന്നത്. ആകെ മൊത്തം കൺഫ്യൂഷനാണല്ലോ. എന്തായാലും കൊള്ളാം. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം. ഇവക്ക് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടാണ്. എവിടെ എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണമെന്ന് ജീവിതത്തിലേ അറിയത്തില്ല. ഇതിനെപ്പോലുള്ളതിനേക്ക് സത്യം പറഞ്ഞാൽ മറ്റേ പണ്ട് കാളവണ്ടിയിൽ കയറ്റി നാട് കടത്തുന്ന പോലെ അങ്ങ് കടത്തണം. അതാണ് ചെയ്യാനുള്ളത്, അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവത്തില്ല. ചിരിച്ചോണ്ടങ്ങ് നിൽക്കുക. എവിടെ വന്നാലും ചിരി ചിരി ചിരി, അതിന് ഒരു കുറവുമില്ല. ഇനി ഋതപ്പന്റെ കേസിലോട്ട് വരാം. ഇവളിപ്പോൾ റീസെൻ്റായിട്ട് ഈ കുട്ടിയെ പലയിടത്തും കൊണ്ടുപോകുന്ന സമയത്ത് ഈ കുട്ടി ഫോണൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ഡോക്ടർ പ്രതികരിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ റിലവൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് ഈ ഒരു കുട്ടിയുടെ കേസിൽ മാത്രമല്ല, എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കയ്യിലെടുത്ത് ഫോണങ്ങ് കൊടുക്കും. കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ അങ്ങ് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ കുട്ടികൾ ഫോണിന് വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഫോൺ എടുത്ത് അങ്ങ് കൊടുക്കും. കുട്ടികളെ ഏറ്റവും കൂടുതൽ വാശി പിടിച്ച് കരയുന്നത് മൊബൈൽ ഫോണിന് വേണ്ടിയിട്ടാണ്. അത് സത്യം പറഞ്ഞാൽ അത് നാശത്തിലേക്കുള്ള പോക്കെന്നേ ഞാൻ പറയത്തുള്ളൂ. കുട്ടികൾക്ക് ഒരു ലിമിറ്റ് വിട്ടിട്ട് മൊബൈൽ ഫോൺ ഒന്നും കൊടുക്കാൻ പാടില്ല. ആഴ്ചയിൽ ഒരു ദിവസം വല്ല ഒരു അരമണിക്കൂർ എന്തെങ്കിലും ഗെയിം കളിക്കാൻ എന്തെങ്കിലും കൊടുക്കുന്നത് കുഴപ്പമില്ലെന്ന് പറയാം. അല്ലാണ്ട് ഈ ചില പിള്ളേർ കരയും, മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് കരയുമ്പോൾ കരച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ എന്ത് ചെയ്യും? മൊബൈൽ ഫോൺ എടുത്ത് കുട്ടിയുടെ കയ്യിലും കൊടുക്കും. അത് നല്ലതല്ല. വഴിതെറ്റിപ്പോവാനും അതുപോലെ കുട്ടികൾക്ക് വേറെ പല അസുഖങ്ങളും പല ഡിഫക്റ്റും വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഒരു ഡോക്ടർ പ്രതികരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രേണുവിൻ്റെ ഈ ഒരു കുട്ടിയുടെ കേസ് എടുത്ത് വെച്ചിട്ടാണ് ആ ഡോക്ടർ പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. മദ്യത്തിനേക്കാളും ഒരു വിഷയമാണ് ഈ പറയുന്നത് പോലെ മൊബൈൽ ഫോൺ കുട്ടികളിലേക്ക് കൊടുക്കുന്നത്. കാരണം അവരുടെ തലച്ചോറ് എല്ലാം നശിച്ച് നാറാണത്താവാൻ ഇതൊക്കെ മതി ഈ ഒരു ചെറിയ പ്രായത്തിലെടുത്ത് കൊടുക്കുമ്പോൾ. അതുപോലെ വഴിതെറ്റിപ്പോവാനും
അതുകൊണ്ട് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഏറെ ദുഃഖിക്കേണ്ടി വരും. അപ്പോഴത്തെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് മാറും. ഇതെല്ലാം ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നോക്കാം. അവിടെ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം, എന്താ ഉമ്മയൊക്കെ ഇവിടെ ചുമ്മാ തള്ളി മറിക്കുന്നുണ്ട്. ആ കുട്ടി ആണെങ്കിൽ ഇവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അത് പിന്നെ എന്തുകൊണ്ടാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. മീഡിയയുടെ മുന്നിൽ മാത്രം കുട്ടിയോട് സ്നേഹം കാണിക്കുന്ന ഒരു അമ്മയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള ഒരു അമ്മയൊന്നും ഒരു മക്കൾക്കും കിട്ടാതിരിക്കട്ടെ. സ്വന്തം ഇഷ്ടത്തിന് എന്ത് കോപ്രായ അഴിഞ്ഞാട്ടം കാണിച്ച് നടക്കുന്ന സമയത്ത് നാളെ അത് കുട്ടികളുടെ ഭാവി അടക്കമാണ് ബാധിക്കുന്നതെന്ന് പോലുമുള്ള ഒരു സാമാന്യ ബോധമില്ലാത്തൊരു തള്ള, അല്ലാണ്ട് കൂടുതലൊന്നും പറയാനില്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഇനി കൂടുതൽ വിവരിച്ച് എനിക്ക് സമയം കളയാനും താല്പര്യമില്ല. എന്തായാലും ഡോക്ടർ പറയുന്ന കാര്യങ്ങളിലോട്ട് പോവാം. എന്തായാലും കൊള്ളാം സുന, നീ കാരണം ആ കൊച്ചിന്റെ ലൈഫ് അത്രേ ഉള്ളൂ. കാണുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും വളരെയധികം പേടിക്കേണ്ട ഒരു മെസ്സേജാണ് ഈ വീഡിയോയിലുള്ളത്. പുകവലി മദ്യപാനത്തേക്കാൾ വലിയൊരു വിപത്താണ് കുട്ടികളുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ. പല വീടുകളിലെയും സ്ഥിരം കാഴ്ചയാണ്. പാരന്റ്സ് കുഞ്ഞിന് ഫോൺ കൊടുക്കുന്നു, അവർ അതിൽ മുഴുകിപ്പോകുന്നു. പാരന്റ്സിന് അതെ, ഇവിടെ ഇപ്പോൾ രേണു വണ്ടിക്കകത്ത് എന്തൊക്കെ കൈയും കാലമൊക്കെ കാണിച്ച് പോകണമെന്ന് പറയുന്നു. പക്ഷെ കുട്ടി അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. കുട്ടിയുടേതായ രീതിയിൽ ഫോൺ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുട്ടികളെ എത്രത്തോളം മാനസികമായിട്ട് ബാധിക്കുമെന്നും കുട്ടികളുടെ ഭാവി എത്രത്തോളം ദൂഷ്യമായിട്ട് ഉള്ള രീതിയിൽ ബാധിക്കുമെന്ന് ഇതുപോലത്തെ പള്ളിക്കൂടത്തിന്റെ വരാന്ത പോലും കാണാത്ത ടീംസിന് അതിനുള്ള ബോധം പോലും ഇല്ല. അതാണ് അതിന്റെ മറ്റൊരു സത്യം. ഇതുപോലെ വരാന്ത കാണാത്ത ടീംസാണ് ഇങ്ങനെയൊക്കെ എടുത്തും കാണിക്കുന്നത്. പിന്നെ ഇത് വെറും പ്രഹസനം മാത്രമാണ്. സ്വന്തം മകനെ തിരിഞ്ഞു പോലും നോക്കില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് നമുക്കറിയാം. ചുമ്മാ പ്രഹസനം, നാട്ടുകാരുടെ മുന്നിലും ക്യാമറകളുടെ കണ്ണിന്റെ ഇടയിലും കൂടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുട്ടിയോട് അയ്യോ പോകുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ കൊച്ചാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതെന്തുകൊണ്ടാ? ആ കൊച്ചിന് ഇത് സ്വന്തം അമ്മയാണെന്നുള്ളൊരു ബോധം പോലും ഇല്ലാതിരിക്കുകയാണ്. അതെന്തുകൊണ്ടാ? ആ ഒരു രീതിയിലാണ് ആ കൊച്ചിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ആ കൊച്ചിനെ ജീവനതുല്യം സ്നേഹിച്ച് എപ്പോഴും ആ ഒരു സ്നേഹം കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരമ്മയുടെ അടുത്തും ആ കൊച്ചിങ്ങനെ ഇരിക്കത്തില്ല. ഇത് നീ എവിടെ പോയി, എനിക്കൊരു കോപ്പുമില്ല എന്നുള്ള രീതിയിലാണ് കൊച്ചിരിക്കുന്നത്. അമ്മ എന്നുള്ളൊരു ഇതുപോലും ആ കുട്ടിക്കില്ല. ആ കുട്ടി മൊബൈൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രത്തോളം ബാധിക്കുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഈ വീഡിയോ കാണുന്ന ഒരുപാട് സ്ത്രീകളുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മക്കൾക്ക് ഉറപ്പായിട്ട് മൊബൈൽ ഫോണൊന്നും കൊടുക്കാതിരിക്കുക. അത്രയ്ക്ക് ഇതാണെങ്കിൽ നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു അരമണിക്കൂർ എന്തെങ്കിലും കൊടുക്കുക. അതും വേണമെന്ന് ഒരിക്കലും ഞാൻ നിർബന്ധം പറയത്തില്ല. അല്ലാണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തും പല സ്ഥലങ്ങളിലും കുട്ടികൾ കരയും, കുട്ടികൾ വാശി പിടിക്കും. ഉടനെ മാതാപിതാക്കൾ എന്ത് ചെയ്യും? ഫോൺ എടുത്ത് അങ്ങ് കൊടുക്കും. കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഇന്ന് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. കുട്ടികളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് മൊബൈൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? കുട്ടികൾ കരച്ചിൽ നിർത്തി മൊബൈൽ ഉപയോഗിക്കും. അടുത്ത് മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കരയും. അങ്ങനെ വീണ്ടും കൊടുക്കും. അങ്ങനെ ഒരു ഫുൾ മൊബൈൽ അഡിക്ഷനിലോട്ടാണ് ഇന്നത്തെ വരും തലമുറകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ദൂഷ്യമായിട്ട് ബാധിക്കും എന്നുള്ളൊരു കാര്യം ചിന്തിക്കുക. ഈ ഒരു ഇപ്പോൾ രേണുവിന്റെ കൊച്ച് വെറും ഒരു കുട്ടിപ്പയ്യനാണ്. ആ പയ്യന് ഈ പ്രായത്തിൽ മൊബൈലൊക്കെ എടുത്ത് കൊടുക്കുന്നു. എന്തുവാടെ? അതുപോലെ സകലമാനം മീഡിയക്കാരും ചുറ്റി നിന്നും കൊണ്ട് മീഡിയക്കാർ ആ കൊച്ചിന്റെ ഫേസ് കാണിക്കുന്നുണ്ട്. എനിക്ക് യോജിപ്പില്ല. കാരണം നാളെ സമൂഹത്തിൽ വളർന്നു വരേണ്ട ഒരു കുട്ടിയാണ്. പ്രത്യേകിച്ച് അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്ന സമയത്ത് ചീഞ്ഞളിഞ്ഞ് നാറിയാണ് ഇരിക്കുന്നത്. അതിന്റെ റീസൺ എന്താ? ഇങ്ങനെയാണ് അവന്റെ തള്ള നടക്കുന്നത്. ആ സ്ഥിതിക്ക് ആ കുട്ടി ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഫേസ് കാണിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. നിയമപരമായിട്ടും അത് തെറ്റാണ്. അത് പല രീതിയിലും എനിക്കറിയാം. പണ്ടൊരിക്കൽ ഈ രേണുവിന് ചൈൽഡ് ലൈനിൽ ഒരിക്കൽ കേസ് ആയതാണ്. കുട്ടിയുടെ കഴുത്തിലെ പാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആരോ പരാതി കൊടുത്ത് കേസ് ആയൊരു കേസാണ്. ഇപ്പൊ അതിനുശേഷം എന്താ ഇത് വീണ്ടും പാലും വെള്ളത്തിൽ കിട്ടാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. മിക്കവാറും തേഞ്ഞൊട്ടി ഇരിക്കേണ്ട അവസ്ഥയായിരിക്കും രേണുവിന്. കേസിന് പിറകെ കേസായിട്ട് വരുന്നുണ്ട്. എക്സൈസുകാർ, അടുത്ത് അതുപോലെ തന്നെ പോലീസുകാർ എല്ലാവരും കൂടിയൊക്കെ കയറി ഇടപെടും. ഇനി ചൈൽഡ് ലൈനും മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാം കൂടിയൊക്കെ ഒരുമിച്ച് വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഒരു ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യാൻ പറ്റുന്നു. പക്ഷേ കുഞ്ഞ് സാമൂഹികമായി ഇടപെടുന്നത് കുറയുമ്പോൾ വാക്കുകളുടെ വികസനം വൈകുന്നു. ബ്രെയിൻ ഡെവലപ്മെന്റിനെ ഇത് ബാധിക്കുന്നു. ശ്രദ്ധക്കുറവുണ്ടാകുന്നു. ഫോൺ മാറ്റുമ്പോൾ അമിതമായ ദേഷ്യം, കണ്ണിന് സ്ട്രെയിൻ, ഉറക്കക്കുറവ്. അത് വേറൊരു കേസുണ്ട്. കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ ഫോൺ കൊടുത്തിട്ട് അവരെ തിരിച്ചു വാങ്ങി കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം, അവർ കരയും, പിന്നെ ബഹളം ഉണ്ടാക്കും, പിന്നെ ഫോൺ കിട്ടാതെ അടങ്ങത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് മാതാപിതാക്കൾ കൊണ്ടെത്തിക്കാതിരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക. അത് തന്നെയാണ് ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പല പിള്ളേരുടെ അടുത്തും കണ്ടിട്ടുണ്ട്. പല പിള്ളേർക്കും അവർക്ക് പലതും കിട്ടിയാലും അവർ കരച്ചിൽ നിർത്തത്തില്ല. പക്ഷെ മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ കരച്ചിൽ നിർത്തും. അത് നല്ലൊരു കാര്യമല്ല. അത് ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്തൊക്കെ ഒന്ന് നോക്കുക. ആക്ടിവിറ്റി കുറഞ്ഞ് വളരെ പെട്ടെന്ന് നമ്മുടെ കുട്ടികൾ രോഗികളാകുന്നു. സോ
മൊബൈൽ ഫോൺ മാറ്റി പകരം സ്റ്റോറി ടെല്ലിംഗ് ബുക്സ് കൊടുക്കാം. ക്രിയേറ്റിവിറ്റി കൊടുത്ത ടോയ്സ് വാങ്ങിക്കൊടുക്കാം. ആഹാരം കഴിക്കുമ്പോഴും ഉറങ്ങുന്നതിന് മുന്നേയും ഫോൺ കൊടുക്കാനേ പാടില്ല. വല്ലപ്പോഴുള്ള ഫോൺ യൂസ് കുഴപ്പമില്ല, പക്ഷേ ഡെയിലി ഉള്ള ഫോൺ യൂസ് മാരകമായ അഡിക്ഷനിലേക്കാണ് കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത്. നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മൾ സ്കൂളിൽ പോകും, അവിടെ കളിക്കും, ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കും, കച്ചികളി, ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, നേരെ മൊബൈൽ ഫോണിലോട്ടായി. അന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെയെങ്കിലും ആയിരുന്നുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. അല്ലെങ്കിൽ കാട്ടാവരാതെ മാറി എന്നുള്ള കാര്യം പറയാം. അതുകൊണ്ട് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്. പിന്നെ രേണുവിന് പണി വീണ്ടും കിട്ടാനുള്ള ചാൻസ് എല്ലാം ഉണ്ട്. കാരണം കുട്ടിയെ പബ്ലിക്കിൽ ഇങ്ങനെ കാണിച്ച് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് ആരെങ്കിലുമൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ രേണുവിനെ തന്നെയാണ് വീണ്ടും ബാധിക്കുന്നത്. കുട്ടി അവിടെ ഏതോ കാറിൻ്റെ എവിടെ കെട്ടിട്ട് സ്വന്തം ഇഷ്ടത്തിന് എങ്ങോട്ടൊക്കെ പോകുന്നു. ഇടയിൽ ആ കുട്ടിയുടെ ലൈഫ് ഇങ്ങനെ കടന്ന് താറുമാറായിട്ട് അടിക്കുന്നതും ഒക്കെ കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും ആ കുട്ടിയെ മോശമായിട്ട് ബാധിച്ചിരിക്കും. അത് സ്വമേധയെ തന്നെ ചിലപ്പോൾ ചൈൽഡ് ലൈനൊക്കെ കേസെടുത്തെന്നും വരും. അതുപോലെ തന്നെ ഞാൻ വേറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്നില്ല, കുട്ടി വന്ന് സൈഡിൽ മൊബൈലൊക്കെ എടുത്ത് കൊടുക്കുന്നു. ഇവള് ചുമ്മാ മൊബൈൽ കൊടുത്തുവിടുകയാണ്. അത് നല്ലതല്ല. ഇത് വിവരമില്ലായ്മയാണ് രേണുവിന്റെ ഹരമായിട്ട് കൊണ്ടു നടക്കുന്നതെന്ന് എനിക്കറിയാം. എന്ന് വെച്ചിട്ട് ഇത്രയും ബോധമില്ലായ്മ കാണിക്കരുത്. ഇനി ഞാൻ ലക്ഷ്മി നക്ഷത്രം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾപ്പിച്ചുതരാം. ഓക്കെ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു ആളാണ് രേണുസുതി. അതിന് റീസൺ ആരാ? ലക്ഷ്മി നക്ഷത്രമാണ് അതിന് റീസൺ ആയിട്ടുള്ള. ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന താങ്കൾ കാരണമാണ് രേണുസുതി എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇന്ന് നമ്മൾ മലയാളികൾ മൊത്തം സഹിക്കേണ്ട ഒരു ഗതികേടിലോട്ട് പോയത്. വെറുതെ ഇരുന്നവളെ വിളിച്ചു വരുത്തി എടി നീ സെലിബ്രേറ്റ് ചെയ്യാനടി എന്ന് പറഞ്ഞ് വലിപ്പിച്ച് അടിച്ചേൽപ്പിച്ച് ഒരു ബോധം പൊക്കണമില്ലാത്തതിനെ സമൂഹത്തിലോട്ട് കൈപിടിച്ച് കയറ്റി വിട്ട് ഇന്ന് എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടണമെന്ന് ദൈവത്തിന് പോലും അറിഞ്ഞൂടാ. ഇനി ലക്ഷ്മി നക്ഷത്ര രേണുസുതി അത്രയ്ക്കും കൊണ്ട് മാരക്കാട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്നുകൂടി പോയിട്ട് അവളുടെ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് ഋതപ്പനെയും കിച്ചുവിനെയൊക്കെ കാണിച്ചൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും നാട്ടുകാരെ കാണിക്കുക അങ്ങോട്ട്. കാണാൻ വയ്യ. നിങ്ങൾ തമ്മിലുള്ള ട്രാൻസ് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ലക്ഷ്മി നക്ഷത്രം ഇതിന്റെ പേരിൽ കുറെ ചീത്തോളി കേട്ടിട്ടുണ്ട്. മെഴുകുക. ഒന്നും പറയണ്ട രേണുവിനെ കുറിച്ച്. നീ ഒരു സ്പ്രേ കൊണ്ട് കൊടുത്ത് പിന്നെ എന്തൊക്കെയോ കൊണ്ട് കൊടുത്ത് വയ്യ. പിന്നെ ഇപ്പൊ മലയാളികൾ എല്ലാവരും മൊത്തത്തിൽ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുകയാണ് റണാസുന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലക്ഷ്മി നക്ഷത്രം ഇനി ജീവിതത്തിൽ ആരെയും ഇതുപോലെ കൈ പിടിച്ച് കയറ്റി വിടില്ല. നീ ആരെങ്കിലും സഹായിക്കണമെങ്കിൽ ആരും അറിയാണ്ട് സഹായിച്ചിട്ട് വീട്ടിൽ പോ. ദയവ് ചെയ്തിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുത്തിട്ട് നാട്ടുകാരെ മൊത്തം കാണിച്ച് അപരാധം പരിപാടി കാണിക്കരുതേ. ഉള്ള കാര്യം പറയാം, സഹിക്കാൻ വയ്യാത്തോണ്ടാണ് പറയുന്നത്. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇന്നിങ്ങനെ ഒരു സാധനം ഇവിടെ നിൽക്കുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് പോകാം. അതായത് ദേവ് ടോക്സ് ആണല്ലോ രേണുവിനെതിരെ ഇപ്പൊ കേസ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ അൽത്തു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ അൽത്തു എന്ന് പറയുന്നവന് ഞാൻ പല വട്ടം അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഈ അനുമോളുടെ കയ്യിൽ നിന്ന് ഞാൻ 50,000 രൂപ വാങ്ങിയെന്ന് പറഞ്ഞ് ഇവന് ഒരു ഫേക്ക് ബില്ലും ക്രിയേറ്റ് ചെയ്ത് ഒരു ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കി പിന്നെ എന്നെ വിളിച്ച് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൂരെ തെറി വിളിച്ച് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവൻ്റെ അടുത്ത് സ്നേഹമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ പുന്നാര മോനെ ഇങ്ങനെ കുണ കണ്ടന്റ് ഉണ്ടാക്കരുത്. കണ്ടന്റ് ഉണ്ടാക്കുന്ന നോക്കി ഇപ്പോൾ തമ്മിലെല്ലാവരും മിസ്ലീഡിംഗ് ഒക്കെ അടിക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കറക്റ്റ് കാര്യങ്ങളായിരിക്കണം സംസാരിക്കേണ്ടത്. അല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്ന വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്കൊരു ക്രെഡിബിലിറ്റി ഇല്ലാതായി പോകും. നിന്നെ ഒരു പട്ടിക്കുഞ്ഞു പോലും മൈൻഡ് ചെയ്യത്തില്ല. ഇപ്പം ഇവനൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് അന്ധമായിട്ട് ഇവനൊക്കെ പറയുന്ന ഉടായ്പാണെന്ന് മനസ്സിലാക്കാതെ ഇവനൊക്കെ ഫോളോ ചെയ്ത് വെക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ സീരിയസ്ലി പറയാം, വിഡ്ഢികളാകരുത് ജനങ്ങൾ. അതുപോലെ ഇങ്ങനെ മിസ്ലീഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് നീ കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിനക്കത് പണി പാലും വളർത്തി കിട്ടും. നീ വിളിച്ച് പറയുന്നത് എന്ത് തേങ്ങയെന്ന് നിനക്ക് പോലും ബോധമില്ല. ചുമ്മാ ഇരുന്നങ്ങ് വിളിക്കുക. ആരുടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ചാനലിൽ വന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ട് മറ്റവൻ്റെ കുഞ്ഞമ്മയുടെ അനിയൻ്റെ മോൻ്റെ മോളെ വോയിസ് എന്നൊക്കെ പറഞ്ഞ് എടുത്തങ്ങോട്ട് വിടും. എന്തൊക്കെയോ കാണിക്കുകയാണ്, എന്തൊക്കെയോ. അതുപോലെ ഇല്ലാത്ത കണ്ടന്റ് ഫേക്കായിട്ട് ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിക്കുന്ന മൂഞ്ചിയ പരിപാടിയാണ് ഈ അൽത്തു വ്ളോഗ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവൻ്റെ അടുത്ത് സ്നേഹത്തോടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കരുത്, ഇങ്ങനെ ഫേക്കായിട്ട് ഉണ്ടാക്കരുത്. ജെന്യൂനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും, അല്ല ഫേക്കായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി മൂഞ്ചിയ പരിപാടി കാണിക്കാൻ നിൽക്കരുത്. ദേവ് എന്തായാലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. രേവണുവിനെതിരെ കൊടുത്ത കേസിന്റെ അപ്ഡേഷൻ, അൽത്തു വ്ളോഗ്സ് എൻ്റെ പേരിലുള്ള നിന്റെ ഉടായ്പ നിർത്തിക്കോ. എന്നിട്ട് അതിന്റെ താഴെ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രേണുസുതിക്കെതിരെ കൊടുത്ത പരാതിയിൽ സൈബർ സെല്ലിൽ നിന്നും ഇന്ന് വിളിച്ചിരുന്നു. രേണുവിനെ വിളിച്ച് താക്കീത് ചെയ്തവനും അവർ ഇനി ഇത്തരത്തിൽ ആവർത്തിക്കില്ല എന്നും പറഞ്ഞു എന്നാണ് അവിടെ നിന്നും അറിയിച്ചത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് താങ്ക്സ് പറഞ്ഞു വെച്ചു. എക്സൈസിന് വേണ്ട 1-2 ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് അവരും വിളിച്ചിരുന്നു, അത് അവർക്ക് നൽകിയിട്ടുണ്ട്.
ഓക്കെ, അങ്ങനെ ദേവ് ഒരു കമന്റും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്റ്റേഷനിലും ദേവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സൈബർ സെല്ലിന് ഈ രേണുവിന് താക്കീത് നൽകും എന്നുള്ളൊരു കേസാണ് പറയുന്നത്. ഓക്കെ, നല്ല കാര്യം. ഈ അപരാധങ്ങൾ ഇനി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പക്ഷെ ഞാൻ ഒരു കേസ് പറയാം. ഈ അൽത്തു ഇവൻ എവിടെയെങ്കിലും പോയി നല്ല പണി മേടിക്കും എന്ന് പറയാനുള്ള റീസൺ കാരണം ഇവൻ അമ്മാതിരി കോപ്രായങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഞാൻ അവന്റെ മോന്ത കാണിച്ചു തരാം. ഇതാണ് അവൻ. ഓക്കെ, സൂക്ഷിക്കടാ കുട്ട, അല്ലെങ്കിൽ നീ നല്ല പോലെ പണി മേടിച്ച് കൂട്ടുമെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഫേക്ക് കോളിയാണ് നീ. ഇനി ഈ അൽത്തുവിനെതിരെ രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ പേര് ഞാൻ പറയുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കെതിരെയാണ്. അതുലെന്നല്ല അവള് പറഞ്ഞിട്ടുള്ള. ഇപ്പൊ അവള് റീസെന്റ് ആയിട്ട് ഇടുന്ന വീഡിയോസ് എല്ലാം അൽത്തുവിനെതിരെയാണ്. അൽത്തു വേറെ, ഞാൻ വേറെ. മനസ്സിലായി? എനിക്കെതിരെ ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ ആഴ്ചയിലും കണ്ടിട്ട് രണ്ടിയെന്നൊക്കെ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ബാക്കിയെല്ലാം ഇട്ടിട്ടുള്ള അൽത്തുവിനെതിരെയാണ്, എനിക്കെതിരെയല്ല. പലരും എനിക്ക് അയച്ചു തന്നിട്ട് അതിലെ നിനക്കെതിരെയുള്ള വീഡിയോ നീ പ്രതികരിക്കണം എന്ന് പറയുന്നുണ്ട്. എനിക്കെതിരെ അല്ലാതെ ബേസിക്കലി. എന്തായാലും രേണു റീസെന്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്കെതിരെയല്ല. ഞാൻ എന്തായാലും ഒന്ന് കൊടുക്കാം. എന്തായാലും അൽത്തും നീയൊക്കെ ഏതാണ്ട് കണക്ക് തന്നെയാണ് കേട്ടോ. അവൻ എന്തൊക്കെയോ വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് വിളിച്ചു പറയുന്നുണ്ട്. നീ വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് എന്തൊക്കെയോ സ്വഭാവങ്ങളും കാണിച്ചു കൂട്ടുന്നുണ്ട്. രണ്ടും കണക്കണം. നിങ്ങൾ രണ്ടും ചേരും. തമ്മിൽ ഭേദം തൊമ്മൻ. നമ്മളൊരു ആഗ്രഹം പറഞ്ഞതാണ്, നിന്നെ ദുബായിൽ നിന്ന് കയറ്റി വിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കഥ. മനസ്സിലായോ? ഞാൻ 2-ാം തീയതി നാട്ടിലോട്ട് വരത്തുള്ളൂ. 2-ാം തീയതി വരെ എനിക്ക് ഇവിടെ പ്രൊമോഷനാണ്. മനസ്സിലായി? 2-ാം തീയതി വരെ പ്രൊമോഷൻ? അതെന്തോന്ന് പ്രൊമോഷൻ ഇടേ? ഓ, ഇടയ്ക്കൊരു വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കസ്റ്റമേഴ്സ് തന്ന ഗിഫ്റ്റ് ആണെന്ന്. അതായിരിക്കും അല്ലേ രണ്ടാഴ്ചത്തെ പ്രൊമോഷൻ, ഓടി നടന്ന പ്രൊമോഷൻ. കൊള്ളാം, നടക്കട്ടെ. എന്തെല്ലാം കൊള്ളാം. പ്രൊമോഷനൊക്കെ അല്ലേ? 2-ാം തീയതി വരെ ഉള്ള പ്രൊമോഷനാണ്. എന്തോന്നില്ല അത്രയ്ക്ക് വലിയ പ്രൊമോഷൻ? ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. പിന്നെ ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു. നോക്കാം ഇത്തവണ. ഇനി രേണുവിന് ആരൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. കസ്റ്റമേഴ്സൊക്കെ ഗിഫ്റ്റ് കൊടുക്കും എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം രേണു പറഞ്ഞത്. എന്തായാലും 2-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പ്രൊമോഷനോ ഉദ്ഘാടനം അറിയില്ല. എന്തായാലും കൊള്ളാം. ബാക്കി പറഞ്ഞാട്ടെ, കേൾക്കട്ടെ. നിന്നെ ഇട്ട് പറയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം നാണം വേണോ? നിനക്ക് നാണവമാനോ ഉളുപ്പുമില്ല, ഞാൻ അവനും ഇല്ല. രണ്ടും കണക്കാ. എടാ അൽത്തു, ഞാനുള്ള കാര്യം പറയാം. കണകുണാന്നെല്ലാം ചെയ്ത് ചുമ്മാ എണ്ണാക്കി പണിയും മേടിച്ച് വെച്ചോണ്ട് ഇരിക്കുക. ജെന്യൂനായിട്ട് ചെയ്യടാ. ഞാൻ എത്ര തവണ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ജെന്യൂനായിട്ടുള്ള കണ്ടന്റ് ചെയ്യാൻ. അല്ലെങ്കിൽ കയറി പോവാം. അതേ ഉള്ളൂ വഴി, മാർഗം. അങ്ങനെ പറയരുത്. നാറിത്തനം മാത്രം ചെയ്യുന്ന നാണം കെട്ടവനെന്ന് നീ പറയുമ്പോൾ നാറിത്തനം മാത്രം കാണിക്കുന്ന നീ ഭേദമില്ലേ? തമ്മിൽ ഭേദം തൊമ്മൻ. രണ്ടും കണക്കാ. അതുകൊണ്ട് അവൻ മാത്രം ഇതാണെന്ന് പറയില്ല. അവൻ ലോകോടായിപ്പ, അതിനേക്കാളോടായിപ്പ നീ എന്നേ ഞാൻ പറയത്തുള്ളൂ. രണ്ടും കണക്കാ. തമ്മിൽ ഭേദം തൊമ്മൻ. നിങ്ങൾ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ ആരടിക്കണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ആ അവസ്ഥയായിപ്പോ. ഇനി ഡാനിയുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു വോയിസ് ഞാനൊന്ന് കൊടുക്കും. ഒരു ലേഡിയുടെ കേട്ടോ. വെച്ച് കഴിഞ്ഞാല് ചേട്ടാ നമ്മളൊന്നും ഇപ്പൊ നമ്മളൊക്കെ ഓർക്കണ എന്താ വെച്ച് കഴിഞ്ഞാല് ചേട്ടാ നമ്മളൊക്കെ ഓർക്കണ എന്താ, പുറത്തുള്ളവർക്കൊന്നും നമ്മുടെ നാട്ടിലെ ഈ വക അഭ്യാസങ്ങളൊന്നും അവരൊന്നും കാണത്തില്ല. അവരവരുടെ നമ്മളങ്ങനെയല്ലേ ചിന്തിക്കണേ. പക്ഷേ ഈ പല ഏഷ്യൻകാർക്കും ഇപ്പൊ ഈ പുറത്തുള്ള ആളുകൾക്കും ഇവർക്ക് നമ്മുടെ രാജ്യത്തെ കളിയാക്കാൻ വേണ്ടി തന്നെ സ്പെഷ്യല് ഒരു പല ഗ്രൂപ്പുകളും ഉണ്ട്. അതായത് ഇപ്പം റീൽസ് തന്നെ അതിനകത്ത് മുഴുവൻ ചിലപ്പോൾ വരുന്നത് ഇന്ത്യയിലെ നടക്കുന്ന കോമാളിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ പല കൈൻഡ് ഓഫ് വീഡിയോസും ഇല്ലേ, ഇത് കൂട്ട് കുറെ ഈ അലവലാദികളുടെ വീഡിയോസ് ഒക്കെ അതിനകത്ത് വരും. എന്നിട്ട് ഇത് കണ്ടിട്ട് ഇവരെനിക്ക് അയച്ചു തരും. എന്നിട്ട് ഇവർ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നാട് ഇങ്ങനെയൊക്കെയാണോ? അതായത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം ഇവറ്റകൾ ഈ ചുമ്മാ റീച്ച് കിട്ടാനായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കോമാളിത്തരത്തിന് വേണ്ടി കാണിക്കണതാന്ന്. പക്ഷെ അവര് ചിന്തിക്കണ എന്താണെന്നറിയോ, ഇതാണ് നമ്മുടെ രാജ്യം, ഇങ്ങനെയാണ് ഇവിടെയുള്ള സിനിമകളും കാര്യങ്ങളും ഒക്കെ. അതായത് നമ്മളൊക്കെ ഈ ഭോജ്പൂരി മൂവീസോ അങ്ങനെ ബംഗാളി സിനിമകളൊക്കെ ഇല്ലേ, അപ്പൊ നമ്മളത് കണ്ട് കുറ്റം പറയത്തില്ലേ? അതുപോലെയാണ് അവർ ഇത് കണ്ടിട്ട് നമ്മളെ പറയണത് നമ്മുടെ നാട് ഇങ്ങനെയാണ്, ഇവിടെ ഉള്ള ആളുകളെല്ലാം ഇങ്ങനെയാണ്,
ഇതാണ് ഇവിടുത്തെ സംഭവം. എന്നിട്ട് ഇവര് നമുക്ക് ഫോർവേഡ് ആക്കി തരും ഇതൊക്കെ. എന്നിട്ട് അവര് തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്മൈലി ഇട്ട് കളിയാക്കി ചിരിക്കണ പോലെ ആയിരിക്കും ഇട്ടിട്ട് തരുന്നത്. ഞാന് സത്യം പറഞ്ഞില്ലേ, പണ്ട് ഞാൻ ഈ നാട്ടില്, അതായത് ഇവിടെ പുറത്ത്, ഇപ്പൊ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഈ പെണ്ണുമ്പിള്ളയൊക്കെ കാണിക്കണത് എന്തു വേണേ ഇപ്പൊ അവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ, ഇപ്പൊ നമുക്കെന്താ എന്നുള്ള രീതിയിലായിരുന്നു ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പിന്നെ ആയി ആളുകൾ നമ്മളെ കളിയാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്കതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ രാജ്യം ഇങ്ങനെയാണ്, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും ഇങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ സിനിമകൾ ഇങ്ങനെയാണ്. അപ്പൊ ഇവരൊക്കെ ചിന്തിക്കണമുണ്ടല്ലോ, ഇങ്ങനെയാണ് ഇന്ത്യ. അപ്പൊ ഇത് കണ്ടിട്ട് പിന്നെ ഇവര് പറയുന്നത് ഇത്രേ ഉള്ളൂ, ആളുകൾക്ക് ഇത്രയും വിവരേ ഉള്ളൂ, ആൾക്കാർ കിടന്ന് കാണിച്ചു കൂട്ടുന്ന. നമുക്കറിയാം ഇവര് കാണിക്കുന്നത് ഈ റീച്ചിന് വേണ്ടിയിട്ടാണ്. അത് പിന്നെ എനിക്ക് നിങ്ങളെ പുറത്ത് മതിയായി. ഒരിടയ്ക്ക് മറ്റേ സ്ക്വിഡ് ഗെയിം ഇറങ്ങിയപ്പോൾ നമ്മുടെ ലാലേട്ടന്റെ ഡാൻസ്, ആ പാട്ട് പോയിട്ട് ഭയങ്കര മാച്ചായിട്ട് വന്നിട്ട് ഇതല്ലായിരുന്നു. അതെനിക്ക് ഒരു കൊറിയൻ എനിക്കത് കാണിച്ചു തരുവാണ് ഇത്. പക്ഷെ നമുക്കറിയാം നമുക്കത് എന്തിഷ്ടമാണ് പുള്ളിക്കാരുടെ ആക്കാൻ. അവരത് കോമാളിത്തരത്തിലാക്കി കടന്ന് കളിയാക്കി ചിരിച്ചത് എന്തോ ഈ കാണിക്കുന്നേ എന്നുള്ള രീതിയിൽ അവർ നമുക്ക് അയച്ചു തരും. അപ്പം നമ്മുടെ ലാലേട്ടനെയൊക്കെ അതുപോലെ അത്രയും സിങ്ക് ആയിട്ടുള്ള ഒരു ഡാൻസർ ഇവന്മാർ അതുപോലെ പറയണുണ്ടെങ്കിൽ ഈ ജാതി കോലമൊക്കെ കാണുമ്പോൾ എന്തൊക്കെയാ അയച്ചു തരുന്നതെന്നുള്ളത് മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ രാജ്യത്തിന് അവർ അപമാനിച്ചിരിക്കുകയാണ്. അതായത് പുറത്ത് ഇതുപോലെ കാനഡയിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അവിടെ ഉള്ള ആ രാജ്യത്തുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്തുള്ള ഇമാതിരി കോമാളിത്തനം വീഡിയോകൾ കാണിച്ചിട്ട് പറയും എന്നാണ് പറയുന്നത്. കാനഡയിൽ എങ്ങാണ്ടുള്ള ഒരു ലേഡിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാടൊക്കെ ഏത് ലെവലിൽ പൊക്കോണ്ടിരിക്കണമെന്ന് അവസ്ഥ, വല്ലാത്ത അവസ്ഥ, പരിതാപകരമാണ്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കുറേ കോമാളിത്തനങ്ങളും ഊളത്തനങ്ങളും മാത്രം. നമ്മുടെ നാട്ടിൽ ഇമാതിരി കോപ്രായങ്ങളും ഊളത്തനങ്ങളാണ് കാണിക്കുന്നത് ഉള്ളതെന്ന് മറ്റുള്ള രാജ്യത്തുള്ളവരും മറ്റുള്ള നാട്ടിലുള്ളവരും കാണുന്ന സമയത്ത് വിലയിരുത്തും. ഇപ്പോൾ എക്സാമ്പിൾ എടുത്താൽ മതി, തമിഴ്നാട്ടിലുള്ളവർ മലയാളികളുടെ ന്യൂ അപ്ഡേഷൻസ് എടുത്ത് നോക്കുമ്പോൾ രേണുവിൻ്റെ കുറേ കോമാളിത്തനം, അലിൻ ജോസ് പെരേരയുടെ കുറേ കോമാളിത്തനം, തിയേറ്ററിൽ റിവ്യൂവിൻ്റെ പേരിലടി, അങ്ങനെ ഇങ്ങനെ കുറേ കോമാളിത്തനങ്ങളും അപരാധങ്ങളും മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം ബാക്കിയായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം എന്തൊക്കെ കോമാളിത്തനങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. രേണുവിനെ പോലെ ഉള്ളത് കോമാളിത്തനത്തിന് ഉപരി അപരാധിത്തനമാണ് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതിനൊന്നും ദയവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യില്ലേ, ഒരു മനുഷ്യൻ പോലും സപ്പോർട്ട് ചെയ്യില്ലേ. എനിക്ക് വയ്യ, മടുത്ത് ഈ കോപ്പുകളെ പറ്റിയിട്ട് സംസാരിച്ച്. ഇതൊന്നും നന്നാവണമെന്ന ലക്ഷണമില്ല. അതുകൊണ്ട് കേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നവരൊക്കെ പോകുന്നത് തന്നെയാണ് നല്ലത്. വട്ടുപിടിക്കുന്നത് ആ കൊച്ചിൻ്റെ ഭാവി. എന്ത് മനുഷ്യന്മാരാണ് ഇതൊക്കെ. ഇതുപോലെയുള്ള കുറേ എണ്ണം ഉണ്ടെങ്കിൽ മതി നാട് കുട്ടിച്ചോറാവാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ട് തിരുവിടിയിട്ടണം.